ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. 1986 ഡിസംബർ 24-നാണ് ഇന്ത്യയിൽ സമഗ്ര ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തിയെടുക്കലാണ് ഈ ദിനാചരണത്തിന്റെ ഉദ്ദേശം. ഉപഭോക്താവും ഉപഭോക്തൃ സംസ്കാരവും മാറിവരുന്ന സാഹചര്യത്തിൽ ഈ ദിനാചരണത്തിന് ഏറെ പ്രസക്തിയുണ്ട്. പ്രധാന വാർത്തകളിലേക്ക്. മദ്യനയം പാർട്ടി നിലപാടിനെതിരെ VM സുധീരനെ ഏകോപന സമിതി വിളിച്ചു ചേർക്കാമായിരുന്നുവെന്ന് മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ. കോഴിക്കോട് ജില്ലാ കലോത്സവത്തിന് ശനിയാഴ്ച തിരിതെളിയും. കലോത്സവം കുന്നമംഗലത്ത്. ഡിസംബർ 24 ലോക ഉപഭോക്തൃ ദിനം. ഉപഭോക്താവിന്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ. വാർത്തകൾ വിശദമായി. മദ്യനയത്തിൽ പാർട്ടി നിലപാട് മാറ്റിയതിൽ പ്രതിഷേധമുണ്ടെങ്കിൽ സുധീരന് പാർട്ടി ഏകോപന സമിതി വിളിക്കാമായിരുന്നുവെന്ന് മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ MLA. K കരുണാകരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലീഡർ K കരുണാകരൻ അനുസ്മരണ സമ്മേളനവും വീൽചെയർ വിതരണവും KP കേശവമേനോൻ ഹാളിൽ നടന്നു. മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ MLA അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിക്രൂരമായ പ്രവർത്തനമായിരുന്നു നക്സലൈറ്റ് ഒരു കാലത്ത് നടത്തിയിരുന്നതെന്നും ആ നക്സലൈറ്റുകളെ തുടച്ചുനീക്കിയത് K കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണെന്നും മുരളീധരൻ പറഞ്ഞു. മദ്യനയത്തിൽ പാർട്ടി നിലപാട് മാറ്റിയതിൽ പ്രതിഷേധമുണ്ടെങ്കിൽ സുധീരന് പാർട്ടി ഏകോപന സമിതി വിളിക്കാമായിരുന്നുവെന്നും പാർട്ടിക്ക് വിപരീത ഫലം വന്നപ്പോൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുക മാത്രമേ താൻ ചെയ്തുള്ളൂവെന്നും വന്ന വഴി താൻ മറക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ഈ ഗവൺമെന്റ് ഇത്രയും നല്ല സൽപ്പേര് കിട്ടേണ്ട ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ചില ദൗർഭാഗ്യകരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ കാരണം ഒരു വിപരീത ഫലം ഉണ്ടായപ്പോൾ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ട ചുമതലയില്ലേ, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ വന്ന വഴി മറന്നിട്ടുമില്ല. പത്രക്കാരെ കാണുമ്പോൾ ഞാൻ ദുർബലനാവുന്നില്ല. KPCC സെക്രട്ടറി പ്രവീൺ കുമാർ ചടങ്ങിന് അധ്യക്ഷം വഹിച്ചു. മുൻ മന്ത്രി P ശങ്കരൻ വീൽചെയർ വിതരണം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി AN സുബ്രഹ്മണ്യം, CP വിശ്വനാഥൻ, PM സുരേഷ് ബാബു, K ജയന്ത്, KC അപ്പു, MT പത്മ, VM നിയാസ്, VV ദിനേശ് മണി, ദിനേശ് പെരുമണ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി വാജ്പേയിക്ക് ഭാരതരത്നം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് രാജ്യം അഭിമാനത്തോടെയാണ് കാണുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. രാജ്യത്തിലെ എല്ലാ വ്യക്തികളെയും ഒരുപോലെ കണ്ട വ്യക്തിയായിരുന്നു വാജ്പേയി എന്നും ജനങ്ങളുടെ ആഗ്രഹമാണ് ഭാരതരത്നം നൽകിയതിലൂടെ കേന്ദ്ര സർക്കാർ നിറവേറ്റിയതെന്നും മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു. പാർലമെന്റേറിയൻ എന്നുള്ള നിലയിലും ഭരണാധികാരി എന്നുള്ള നിലയിലും രാഷ്ട്രതന്ത്രജ്ഞൻ എന്നുള്ള നിലയിലും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഭരണാധികാരി എന്നുള്ള നിലയിലുമൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ശ്രീ അടൽ ബിഹാരി വാജ്പേയിക്ക് അദ്ദേഹം നവതിയിലെത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഭാരതരത്ന പ്രഖ്യാപിച്ചുകൊണ്ട് ആദരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹവും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹത്തിന്റെ സഫലീകരണവുമാണ്. ഉപഭോക്തൃ അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തിയെടുക്കുന്നതിനായി സംസ്ഥാന ഉപഭോക്തൃ കാര്യ വകുപ്പിന്റെയും സപ്ലൈകോയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ ഉപഭോക്തൃ ദിനാചരണം നടന്നു. ഡെപ്യൂട്ടി കൺട്രോളർ ഓഫ് റേഷനിംഗ് K സുരേഷ് കുമാർ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഉപഭോക്തൃകാര്യ വകുപ്പിന്റെയും സപ്ലൈകോയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ ഉപഭോക്തൃ ദിനാചരണം നടന്നു. ഹോട്ടൽ ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഡെപ്യൂട്ടി കൺട്രോളർ ഓഫ് റേഷനിംഗ് K സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു.
ഉപഭോക്തൃ അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തിയെടുക്കുകയാണ് ദിനാചരണത്തിന്റെ ഉദ്ദേശം. സപ്ലൈകോയും ഉപഭോക്തൃകാര്യ വകുപ്പും സംയുക്തമായി ജില്ലയിലെ സന്നദ്ധ ഉപഭോക്തൃ സംഘടനകളുടെ സഹകരണത്തോടെയാണ് ദേശീയ ഉപഭോക്തൃ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ സപ്ലൈ ഓഫീസർ ചടങ്ങിന് അധ്യക്ഷം വഹിച്ചു. അഡ്വക്കേറ്റ് സീനത്ത്, പ്രൊഫസർ കെ ദയാനന്ദൻ, എസ് ഉസ്മാൻ കോയ, PI അജയൻ, മോളി ജോർജ്, NC മോഹനൻ, മധുസൂദനൻ കർത്ത, കെ രാമദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ശനിയാഴ്ച കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിയും. കേരള നടനം, കഥകളി സംഗീതം, ചെണ്ടമേളം, ചാക്യാർകൂത്ത് തുടങ്ങിയ മത്സരങ്ങളാണ് ശനിയാഴ്ച നടക്കുക. കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 29 മുതൽ ജനുവരി 1 വരെ തീയതികളിലായാണ് ഇത്തവണ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ മത്സരങ്ങൾ. ഇതിൽ 30-ന് ഞായറാഴ്ച കലോത്സവ പരിപാടികൾക്ക് അവധിയായിരിക്കും. കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ, AUP സ്കൂൾ, AMLP സ്കൂൾ, ഓക്സിലിയം നവജ്യോതി സ്കൂൾ, ബ്ലോക്ക് പഞ്ചായത്ത് ഹാൾ, വ്യാപാര ഭവൻ, സിന്ധു തിയേറ്ററിന് സമീപം തയ്യാറാക്കിയ വേദി, മർക്കസ് ഹയർ സെക്കൻഡറി ബോയ്സ്, മർക്കസ് ഹയർ സെക്കൻഡറി ഗേൾസ്, കാരന്തൂർ AMLP സ്കൂൾ എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക. 27-ന് രാവിലെ 9-ന് കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ DDE ഡോക്ടർ ഗിരീഷ് ചോലയിൽ മേളക്ക് പതാക ഉയർത്തും. കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, DDE ഡോക്ടർ ഗിരീഷ് ചോലയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള നടനം, കഥകളി സംഗീതം, ചെണ്ടമേളം, പഞ്ചവാദ്യം, ചാക്യാർകൂത്ത്, പദ്യം ചൊല്ലൽ, മലയാള പ്രസംഗം എന്നിവയാണ് ആദ്യ ദിനത്തിലെ മത്സരങ്ങൾ. 29-ന് വൈകിട്ട് 4-ന് കലോത്സവത്തോടനുബന്ധിച്ച സാംസ്കാരിക ഘോഷയാത്ര മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ച് കുന്നമംഗലം ഹയർ സെക്കൻഡറിയിൽ സമാപിക്കും. തുടർന്ന് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ റവന്യൂ ജില്ലാ കലോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരുപ്പിറവിയുടെ ആഘോഷങ്ങൾക്ക് അകമ്പടിയേകാൻ വിവിധ രൂപത്തിലും രുചിയിലും കേക്കുകൾ ഒരുങ്ങി. ഫ്രഷ് ക്രീം കേക്ക്, ഡാർക്ക് ചോക്ലേറ്റ് കേക്ക്, ചോക്ലേറ്റ് വാൾനട്ട് തുടങ്ങി 100-ലേറെ ഫ്ലേവറുകളിലാണ് കേക്കുകൾ തയ്യാറായിരിക്കുന്നത്. ക്രിസ്മസിനെ വരവേറ്റുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന കേക്കുകളുടെ മധുരമൂറുന്ന ദൃശ്യങ്ങളിലേക്ക്. ക്രിസ്മസ് ആഘോഷം മധുരതരമാക്കാൻ വിപണിയിൽ കേക്കുകളുടെ മേളം. വിവിധ രുചിയിലും രൂപത്തിലുമാണ് കേക്കുകൾ വിപണിയിലെത്തിയിരിക്കുന്നത്. ഫ്രഷ് ക്രീം കേക്കുകളുടെ വൈവിധ്യമാണ് ഇത്തവണ വിപണിയുടെ രുചി കൂട്ടുന്നത്. 100-ലേറെ ചേരുവകളിലാണ് ഫ്രഷ് കേക്കുകൾ വിപണിയെ അലങ്കരിക്കുന്നത്. ചോക്കോ മോക്കോ, കോഫി കേക്ക്, ബട്ടർ സ്കോച്ച്, ചോക്ലേറ്റ് ചിപ്പ്, ചോക്ലേറ്റ് വാൾനട്ട്, ബ്ലൂബെറി ഫ്രൂട്ട് കേക്ക്, കിവി ഫ്രൂട്ട് കേക്ക് എന്നിവയാണ് ഇത്തവണത്തെ താരങ്ങൾ. ഇവിടുന്ന് കുറേ കൊല്ലമായി കേക്ക് മേടിക്കുന്നത്. കൊല്ലം പല പല പുതിയ മോഡലുകളാണ്. പിന്നെ സാധാരണക്കാരന് വാങ്ങാൻ പറ്റിയ ഒരു ഡിലക്ട ബേക്കറി എന്നാണ് എല്ലാവർക്കും വളരെയേറെ വില വ്യത്യാസത്തിലും സാധാരണക്കാരന് വാങ്ങാൻ പറ്റിയ കേക്കാണ് ഇവിടെ കിട്ടാറ്. 36 കിലോ തൂക്കമുള്ള ഭീമൻ കേക്കും ഇത്തവണ കോഴിക്കോട് നിർമ്മിച്ചിട്ടുണ്ട്. പഞ്ചസാര, വനസ്പതി, മൈദ, ബട്ടർ സ്കീം എന്നിവ ഉപയോഗിച്ചാണ് ഈ ഭീമൻ കേക്ക് നിർമ്മിച്ചത്. സാന്താക്ലോസിന്റെ രൂപത്തിൽ നിർമ്മിച്ച ഐസിംഗ് കേക്കുകളാണ് വിപണിയിലെ മറ്റൊരു താരം. കശുവണ്ടി, ബദം, ചെറി, ഡ്രൈ ഫ്രൂട്ട് എന്നിവയൊക്കെ ഉപയോഗിച്ച് മനോഹരമായി അലങ്കരിച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. 310 രൂപയുടെ റോയൽ ഐസിംഗ് കേക്ക് മുതൽ 1000-ലധികം രൂപ വില വരുന്ന സാൾട്ട് ബട്ടർ ചോക്കോ കേക്ക് വരെ വിപണിയിലുണ്ട്. കിലോയ്ക്ക് 750 രൂപയാണ് മിക്സഡ് ഫ്രൂട്ട് കേക്കുകളുടെ വില. പ്ലം, മാർബിൾ കേക്കുകൾക്ക് പഴയ പ്രതാപം ഇന്നുമുണ്ട്. സമ്മാനാവശ്യത്തിന് കേക്കുകൾ വാങ്ങുന്നവരാണ് ഭൂരിഭാഗം പേരുമെന്ന് വ്യാപാരികൾ പറയുന്നു. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു സ്റ്റാർ ഉണ്ട്. ഇത് തിരുവനന്തപുരത്തെ സ്റ്റാർ വിവേക്, ഇത് കോഴിക്കോട്ടെ സ്റ്റാർ നസീർ, ഇത് കോട്ടയത്തെ സ്റ്റാർ ലക്ഷ്മി, ഇത് കൊച്ചിയിലെ സ്റ്റാർ രാഹുൽ, ഇത് തൃശൂരിലെ സ്റ്റാർ ഐശ്വര്യ, ഇത് കണ്ണൂരിലെ ലിറ്റിൽ സ്റ്റാർ നേഹ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ വലിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. സ്റ്റൈൽ ആകൂ, സ്റ്റാർ ആകൂ. കല്യാൺ സിൽക്സ്. റബ്കോ ട്രേഡ് ഫെയർ 2014 കോഴിക്കോട് കോൺട്രസ് ഗ്രൗണ്ടിൽ ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ, മെത്തകൾ, സ്പ്രിംഗ് മെത്തകൾ, റബ്കോ ലൈറ്റ് വെയ്റ്റ് ചെരുപ്പുകൾ, PU ചെരുപ്പുകൾ, വിർജിൻ കോക്കനട്ട് ഓയിൽ, കരകൗശല വസ്തുക്കൾ, റബ്കോ ഉൽപ്പന്നങ്ങൾ കൂടാതെ ദിനേശ്, റെഡ്കോ, മൃഗനയനി എന്നിവയുടെ ഉൽപ്പന്നങ്ങളും. റബ്കോ ഉൽപ്പന്നങ്ങൾക്ക് 40% കിഴിവ്. മേള 2015 ജനുവരി 11 വരെ. റബ്കോ ഉൽപ്പന്നങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം. റബ്കോ ട്രേഡ് ഫെയർ 2014 കോഴിക്കോട് കോൺട്രസ് ഗ്രൗണ്ടിൽ. പ്രവേശനം സൗജന്യം. വാർത്തകൾ തുടരുന്നു.
ബാങ്ക് ജീവനക്കാരോടുള്ള മാനേജ്മെന്റിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് ജില്ലാ സഹകരണ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ബാങ്കിന്റെ മുഖ്യ കാര്യാലയത്തിന് മുമ്പിൽ കൂട്ടധർണ നടത്തി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ വായ്പകളുടെ പലിശ നിരക്ക് കുറയ്ക്കുക, പ്രൊബോഷൻ കാലാവധി കഴിഞ്ഞ ജീവനക്കാരുടെ പ്രൊബോഷൻ ഡിക്ലെയർ ചെയ്ത് വാർഷിക ഇൻക്രിമെന്റ് അനുവദിക്കുക, മുഴുവൻ ജീവനക്കാർക്കും LTC ആനുകൂല്യം അനുവദിക്കുക, ക്ലാസിഫിക്കേഷൻ നോംസ് അനുസരിച്ച് ജീവനക്കാരെ വിന്യസിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ സഹകരണ ബാങ്ക് തൊഴിലാളി സംഘടന KDC ബാങ്കിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. CIT സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ വളർച്ചയ്ക്ക് കാരണമാകുന്ന ജീവനക്കാരെ തീർത്തും അവഗണിച്ചുകൊണ്ടാണ് ബാങ്ക് മാനേജ് മുന്നോട്ടു പോകുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ബാങ്ക് ജീവനക്കാർ ധർണ സംഘടിപ്പിച്ചത്. DBF പ്രസിഡന്റ് KP അജയ്കുമാർ അധ്യക്ഷത വഹിച്ച ധർണയിൽ DBF സെക്രട്ടറി KT അനിൽകുമാർ, DBF സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി VT ജയരാജൻ, BFI അഖിലേന്ത്യാ പ്രസിഡന്റ് AK രമേശ്, മുരളീധരൻ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. മദ്രസ അധ്യാപകർക്ക് ക്ഷേമ പെൻഷനുകൾ വാരിക്കോരി നൽകുകയും ക്ഷേത്രം ജീവനക്കാരെ അവഗണിക്കുകയും ചെയ്യുന്നതിലൂടെ സർക്കാർ മതവിവേചനം കാണിക്കുന്നുവെന്ന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്വാമി അയ്യപ്പദാസ്. പുഷ്പക സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റ് മുന്നിൽ നടന്ന കൂട്ടധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ടില്ലെന്നോ അധികൃതരെ. പുഷ്പക സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിനു മുന്നിൽ കൂട്ടധർണ നടന്നു. പരമ്പരാഗത ക്ഷേത്ര ജീവനക്കാർ നേരിടുന്ന സേവന പ്രശ്നങ്ങളും അപാകതകളും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാനായിട്ടാണ് കൂട്ടധർണ സംഘടിപ്പിച്ചത്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്വാമി അയ്യപ്പദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. മദ്രസ അധ്യാപകർക്ക് ക്ഷേമ പെൻഷനുകൾ വാരിക്കോരി നൽകുകയും ക്ഷേത്രം ജീവനക്കാരെ അവഗണിക്കുകയും ചെയ്തതിലൂടെ സർക്കാർ മതവിവേചനം കാണിക്കുന്നുവെന്നും ക്ഷേത്രങ്ങൾ കൈയിട്ടു വാരാനുള്ള സ്ഥലങ്ങളായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മദ്രസകളിൽ പഠിപ്പിക്കുന്ന എഴുതാനും വായിക്കാനും അറിഞ്ഞില്ലെങ്കിൽ പോലും പഠിപ്പിക്കുന്നു എന്ന് പേര് കേട്ടവർക്ക് പെൻഷൻ കൊടുക്കാൻ യാതൊരു വിഷമവുമില്ല, പ്രതിമാസം പെൻഷൻ കൊടുക്കാൻ യാതൊരു വിഷമവുമില്ല. ഇത് പറഞ്ഞു പോയാൽ പറയുന്ന അയ്യപ്പദാസ് മഹാവർഗീയവാദി. പുഷ്പക സേവാ സംഘം കേന്ദ്ര ജനറൽ സെക്രട്ടറി PV സുധീരൻ നമ്പീശൻ ധർണയ്ക്ക് അധ്യക്ഷം വഹിച്ചു. പുഷ്പക സേവാ സംഘം കേന്ദ്ര വൈസ് പ്രസിഡന്റ് N കേശവൻ നമ്പീശൻ, VV ശ്രീനിവാസൻ, A വാസുദേവൻ നമ്പൂതിരി, വേണാട് വാസുദേവൻ, PV മുരളീധരൻ, PV പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ശാന്തിദൂത് വിചാരവേദി ദേശീയ ഉപഭോക്തൃ ദിനാചരണത്തോടനുബന്ധിച്ച് ഓട്ടോ ഡ്രൈവർ M ഭരതനെ ആദരിച്ചു. പാളയം ബസ് സ്റ്റാൻഡിന് സമീപം കേരള നഗര ഗ്രാമ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ K മൊയ്തീൻ കോയ പൊന്നാട അണിയിച്ചു. ദേശീയ ഉപഭോക്തൃ ദിനാചരണത്തിന്റെ ഭാഗമായി മികച്ച സേവനം കാഴ്ചവെച്ച ഓട്ടോ ഡ്രൈവർ M ഭരതനെ ആദരിച്ചു. ശാന്തിദൂത് വിചാരവേദിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് VT അബ്ദുള്ളക്കോയ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സംസ്ഥാന പ്രസിഡന്റ് MIR റാവുത്തർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. കേരള നഗര ഗ്രാമവികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ K മൊയ്തീൻ കോയ ഭരതനെ പൊന്നാട അണിയിക്കുകയും ചെയ്തു. ജില്ലാ സെക്രട്ടറി TT മൂസ, AT അഹമ്മദ്, P മുരളീകുമാർ എന്നിവർ സംസാരിച്ചു. എഴുത്തിന്റെ ലോകത്ത് നവാഗതനായ അജിത്ത് കരുണാകരന്റെ ആകാശത്തിലെ വീടുകൾ എന്ന ചെറുകഥാ സമാഹാരം പ്രകാശനം ചെയ്തു. ഹോട്ടൽ അളകാപുരിയിൽ സംവിധായകൻ രഞ്ജിത്ത് എഴുത്തുകാരി KP സുധീരയ്ക്ക് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. എഴുത്തിന്റെ ലോകത്തേക്ക് തന്റേതായ ശൈലിയിലൂടെ പുതുതായി ചുവട് വെച്ചിരിക്കുകയാണ് അജിത്ത് കരുണാകരൻ. ആകാശത്തിലെ വീടുകൾ എന്ന ചെറുകഥാ സമാഹാരം പ്രകാശനം ചെയ്തുകൊണ്ട് കഥകളുടെ ലോകത്തേക്ക് കടന്നിരിക്കുകയാണ്. കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ സംവിധായകൻ രഞ്ജിത്ത് പുസ്തകം പ്രകാശനം ചെയ്തു. യുവ കഥാകൃത്ത് ശ്രീനാഥ് ഗിരീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംവിധായകൻ രഞ്ജിത്ത് എഴുത്തുകാരി KP സുധീരയ്ക്ക് പുസ്തകം നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രതിഭാശാലിയായ എഴുത്തുകാരന്റെ സാന്നിധ്യം മലയാള സിനിമയ്ക്ക് കൂടി ലഭിക്കുകയുണ്ട്. അത് വേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തിനെ ഞാൻ ആ ലോകത്തേക്കും അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. സ്വന്തം ജീവിതത്തിലെ ഓരോ പശ്ചാത്തലവുമാണ് അജിത്ത് തന്റെ ആകാശത്തിലെ വീടുകൾ എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. തന്റെ ഓരോ കഥകളും മറ്റൊരു കഥകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നതും. ശ്രീനാഥ് ഗിരീഷ് വായനക്കാർക്ക് പുസ്തകത്തെ പരിചയപ്പെടുത്തുകയും ചെയ്തു.
മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ ദാരിദ്ര്യ ലഘൂകരണം ലക്ഷ്യമിട്ടുകൊണ്ട് മാറാട് സ്പർശം പദ്ധതിയിൽ തീരമൈത്രി സ്വയം സംരംഭക യൂണിറ്റുകൾ തുടങ്ങുന്നു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വനിതകളെ സഹായിക്കാൻ രൂപവൽക്കരിച്ച സാഫിന് കീഴിലാണ് നൂതന സംരംഭങ്ങൾ സജ്ജമാക്കുന്നത്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ ദാരിദ്ര്യ ലഘൂകരണം ലക്ഷ്യമിട്ട് മാറാട് സ്പർശം പദ്ധതിയിൽ തീരമൈത്രി സ്വയം സംരംഭക യൂണിറ്റുകൾ തുടങ്ങുന്നു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വനിതകളെ സഹായിക്കാൻ രൂപവൽക്കരിച്ച സാഫിനു കീഴിലാണ് നൂതന സംരംഭങ്ങൾ സജ്ജമാക്കുന്നത്. പലചരക്ക് കട, ഗ്രൈൻഡിംഗ് യൂണിറ്റ്, ഫ്ലോർ മില്ല്, റെഡിമെയ്ഡ് വസ്ത്രനിർമ്മാണം എന്നിങ്ങനെ തിരഞ്ഞെടുത്ത 8 യൂണിറ്റുകൾക്ക് 15 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് മാറാട് തീരമേഖലയിൽ നടപ്പാക്കുന്നത്. 32 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പദ്ധതിയിൽ അംഗങ്ങളാണ്. 80% സബ്സിഡിയും 15 ബാങ്ക് വായ്പയുമെടുത്ത് 5% ഗുണഭോക്തൃ വിഹിതവും സ്വരൂപിച്ചാണ് വനിതകൾ സംരംഭം തുടങ്ങുന്നത്. യൂണിറ്റുകൾക്കുള്ള ആദ്യഘട്ട ധനസഹായ വിതരണം എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്തു. കളക്ടർ CA ലത അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ സാഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ CR സത്യവതി റിപ്പോർട്ട് വായിച്ചു. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ ടി രജനി, കൌൺസിലർ പി ദേവരാജൻ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മറിയം ഹസീന, അസിസ്റ്റന്റ് ഡയറക്ടർ S അനിൽ കുമാർ, ബേപ്പൂർ വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് N ബീന, PP ബീരാൻ കോയ, MI മുഹമ്മദ് ഹാജി, MA പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്രപഞ്ചം നാരായണ ട്രാവൽ. ചുരുങ്ങിയ ചിലവിൽ ശബരിമല യാത്ര ഓൺലൈൻ ദർശനത്തോടുകൂടി തുലാം 29, 2014 നവംബർ 19 മുതൽ 2015 ജനുവരി 16 പടിപൂജ വരെ പ്രസാദ, താമസ, ഭക്ഷണ സൗകര്യങ്ങളോടുകൂടി യാത്ര പുറപ്പെടുന്നു. ശ്രീ ശബരിമലമേലുദിക്കുന്ന നിർധനരായ 201 സ്വാമിമാർക്ക് സൗജന്യ യാത്ര. വിശദ വിവരങ്ങൾക്കും ബുക്കിംഗിനും ഓഫീസുമായോ അടുത്തുള്ള ഏജൻസിയുമായോ ബന്ധപ്പെടുക. ഫോൺ 0495-270-3872. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. സമൂഹത്തിൽ വായന മരിക്കുന്നുവെന്ന പ്രചാരണം ചില എഴുത്തുകാരുടേതെന്ന് G. സുധാകരൻ MLA. ഹരിതം പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന MT അനുയാത്രയുടെ 4ാം ദിവസത്തിൽ ശത്രുഘ്നൻ രചിച്ച MTയും ഞാനും എന്ന പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ വായന മരിക്കുന്നെന്ന പ്രചാരണം സ്വാർത്ഥമതികളായ ചില എഴുത്തുകാരുണ്ടാക്കുന്ന പ്രശ്നമാണെന്ന് G. സുധാകരൻ MLA അഭിപ്രായപ്പെട്ടു. ഹരിതം പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന MT അനുയാത്രയുടെ 4ാം ദിവസത്തിൽ ശത്രുഘ്നൻ രചിച്ച MTയും ഞാനും എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വായന മരിക്കുകയാണെന്ന് പറയുക എന്തടിസ്ഥാനത്തിലാണ്? വായനയെക്കുറിച്ച് വല്ല സർവേയും ഇവിടെ നടക്കുന്നുണ്ടോ? ചില എഴുത്തുകാരുടെ പുസ്തകം വിറ്റുപോകുന്നില്ലെങ്കിൽ ഉടൻ വായന മരിക്കുന്നുവെന്ന് വിലപിക്കുകയാണ്. കേരളത്തിൽ എത്രയധികം പ്രസാധകരാണുള്ളത്. അവരെല്ലാം വർഷം തോറും ആയിരക്കണക്കിന് പുസ്തകങ്ങൾ പുറത്തിറക്കുന്നുമുണ്ട്. സിനിമയുടെയും TVയുടെയും നവമാധ്യമങ്ങളുടെയും കടന്നുവരവുകളൊന്നും പുസ്തകങ്ങളെ ബാധിച്ചിട്ടില്ല. പുതിയ തലമുറയും വായിക്കുന്നുണ്ടെന്നും G. സുധാകരൻ MLA പറഞ്ഞു. കൽപ്പറ്റ നാരായണൻ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ പുസ്തകം ഏറ്റുവാങ്ങിയ ഡോക്ടർ ഖദീജ മുംതാസ് MT നോവലിലെ സ്ത്രീകൾ എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. EV ഉണ്ണി, ശത്രുഘ്നൻ എന്നിവർ പ്രസംഗിച്ചു. ബേപ്പൂർ നടുവട്ടത്ത് റെസിഡൻസ് അസോസിയേഷൻ നടത്തുന്ന ആഴ്ചച്ചന്തയ്ക്കുള്ള വിലക്ക് കോർപ്പറേഷൻ പിൻവലിച്ചു. ജനകീയ പ്രതിഷേധം ആളിക്കത്തിയതോടെ കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ രജനിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത്. ജനകീയ പ്രതിഷേധം ആളിക്കത്തിയതോടെ നടുവട്ടത്ത് റെസിഡൻസ് അസോസിയേഷൻ നടത്തുന്ന ആഴ്ച ചന്തയ്ക്കുള്ള വിലക്ക് കോർപ്പറേഷൻ പിൻവലിച്ചു. കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ ടി രജനിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം.
ഇതോടെ 26-ന് ചന്ത വിപുലമായി നടത്താൻ നടുവട്ടം ശിവപുരി റെസിഡൻസ് അസോസിയേഷൻ തീരുമാനിച്ചു. കച്ചവടക്കാരെ നിയന്ത്രിക്കണമെന്നും ഗതാഗതത്തിന് തടസ്സമാകും വിധം സാധനങ്ങൾ റോഡിലേക്ക് കയറ്റി വയ്ക്കരുതെന്നും ചർച്ചയിൽ നിർദ്ദേശിച്ചു. മാലിന്യ നീക്കം ഉറപ്പാക്കുന്നതിന് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സഹകരിക്കാമെന്നും ചന്ത നടത്തിപ്പു പ്രദേശത്തു തെരുവ് വിളക്ക് ഒരുക്കുന്നതിന് നടപടിയെടുക്കാമെന്നും അധികൃതർ ഉറപ്പു നൽകി. നടുവട്ടം മാഹി ഗോഡൌൺ പരിസരത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും നടക്കുന്ന ചന്ത പാടില്ലെന്നു കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ സോണൽ ഓഫീസ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് അറിയിച്ചത്. നാട്ടുകാർ ഒന്നടങ്കം കോർപ്പറേഷന് എതിരായപ്പോഴാണ് റെസിഡൻസ് പ്രതിനിധികളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചു പ്രശ്നം ഒത്തുതീർപ്പാക്കിയത്. ചർച്ചയിൽ കൌൺസിലർ പി ജലജ, SSI MP സുകുമാരൻ, റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പള്ളത്ത് പത്മനാഭൻ, സെക്രട്ടറി KC ബാബു, അന്നങ്ങാട്ട് കാർത്തികേയൻ, T രാധാകൃഷ്ണൻ, KP ഷൈജു എന്നിവർ പങ്കെടുത്തു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ബേപ്പൂർ നടുവട്ടം ഐശ്വര്യ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൌരന്മാർക്ക് ബോധവൽക്കരണ ക്ലാസ് നടന്നു. ബേപ്പൂർ RM ഹോസ്പിറ്റൽ MD ഡോക്ടർ ശരത് ചന്ദ്രൻ ക്ലാസ് എടുത്തു. B ശാന്തമ്മ അധ്യക്ഷം വഹിച്ചു. KV ശിവദാസൻ, അരവിന്ദാക്ഷൻ, പ്രൊഫസർ അബ്ദുൾ മുബാറക്, K ലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം ഇവർ പ്ലാനറ്റോറിയം സന്ദർശിച്ചു. കൊയിലാണ്ടി മേലൂർ ശിവക്ഷേത്രത്തിൽ ദമ്പതി സമാരാധനാ യജ്ഞവും മഹാഗണപതി ഹോമവും ജനുവരി 11-ന് രാവിലെ 6 മണിക്ക് ആരംഭിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അച്ഛനും അമ്മയും കുട്ടികളും ഉൾപ്പെടെ കുടുംബം പൂർണ്ണമായി പങ്കെടുക്കുന്നതാണ് ദമ്പതി സമാരാധനാ യജ്ഞം. മലബാറിൽ ആദ്യമായാണ് ഇത്തരമൊരു യജ്ഞം നടക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. യുവജനോത്സവ മത്സര വിധി നിർണയത്തിലെ അവിഹിത ഇടപെടലുകൾക്കെതിരെ കൂട്ടായ്മ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ജഡ്ജസ് ടു ഡാൻസസ് എന്ന പേരിൽ വെബ്സൈറ്റ് ആരംഭിച്ചതായി കൺവീനർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊതുജനങ്ങൾക്കും കലാസംഘാടകർക്കും വിധികർത്താക്കൾ ആവശ്യമെങ്കിൽ ഈ വെബ്സൈറ്റ് സന്ദർശിക്കാം. ചിത്രാഞ്ജലി ആർട്ട് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷന്റെ 33ാമത് അഖില കേരള നഴ്സറി കലോത്സവം ജനുവരി 22, 23 തീയതികളിൽ കോഴിക്കോട് ടാഗോർ ഹാളിൽ നടക്കും. ഗീതാഞ്ജലി, രാഗാഞ്ജലി, പുഷ്പാഞ്ജലി, വർണ്ണാഞ്ജലി എന്നീ 4 വേദികളിലായി 16 ഇനം മത്സരങ്ങളാണ് കലോത്സവത്തിൽ ഉണ്ടാവുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. താമരശ്ശേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ CODയുടെ രജത ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് ഗ്രാമിക എന്ന പേരിൽ കാർഷിക വിജ്ഞാന പ്രദർശന വിപണനമേള സംഘടിപ്പിക്കുന്നു. കോടഞ്ചേരി ഹൈസ്കൂളിൽ ഡിസംബർ 27-ന് തുടങ്ങുന്ന മേള 30 വരെ നീണ്ടുനിൽക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മദ്യനയം പാർട്ടി നിലപാടിനെതിരെ VM സുധീരനെ ഏകോപന സമിതി വിളിച്ചു ചേർക്കാമായിരുന്നുവെന്ന് മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ. കോഴിക്കോട് ജില്ലാ കലോത്സവത്തിന് ശനിയാഴ്ച തിരിതെളിയും. കലോത്സവം കുന്നമംഗലത്ത്. ഡിസംബർ 24 ലോക ഉപഭോക്തൃ ദിനം. ഉപഭോക്താവിന്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.